എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കുഴഞ്ഞിരിക്കുന്നൊരു അവിയലാണ്. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവിയലാണ്. എൻ്റെ അമ്മയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അവിയലാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു പകുതി വെള്ളരിക്ക, പിന്നെ ഒരു കുമ്പളങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, മത്തങ്ങ, പിന്നെ ഒരു ചേമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പ്രഷർ കുക്കറിലിട്ടാണ് നമ്മൾ ഇന്ന് അവിയൽ വെക്കുന്നത്. പ്രഷർ കുക്കറിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ആണ് നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കേണ്ടത്. പ്രഷർ കുക്കറിൽ ഇങ്ങനെ അവിയൽ വെക്കുമ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കഷ്ണങ്ങളൊക്കെ കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മളുടെ അവിയൽ വെന്ത് പ്രഷറൊക്കെ പോയി ഇരിപ്പുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. ഇനി നമ്മളിതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് വിതറി കൊടുക്കുക. നമ്മൾ അവിയലിൽ സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്ന മുരിങ്ങയിലയാണ്. മുരിങ്ങയില നന്നായിട്ട് ഇടർത്തിയതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുക്കുക. അത് നമുക്ക് വഴിയെ ചേർക്കാം. ഇനി നമ്മൾ അവിയലിന് പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം. തൈരിന് പകരം നിങ്ങൾക്ക് പച്ചമാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി എടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒന്ന് നിരത്തി കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. മുരിങ്ങയില നമ്മൾ കുക്കറിൽ പച്ചക്കറി ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയില ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് പ്രഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമൊക്കെ പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആവിയൊക്കെ ഒന്ന് കയറി അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ അവിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു അവിയലാണ്. ഒരുപാട് വെള്ളം പോലെയല്ല, പക്ഷേ നല്ല കുഴഞ്ഞ് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നൊരു അവിയലാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പച്ച കളറിലെ ഇച്ചിരി കുഴഞ്ഞൊരു അവിയലാണ്. അപ്പോൾ ആ സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങളുള്ളതുമാണ്. അപ്പോൾ മുരിങ്ങയില ഉള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ മുരിങ്ങയില ഓൺലൈനായിട്ട് സ്പൈസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പച്ചക്കറികൾ ആഴ്ചയിൽ ഒരു ദിവസം അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ മുരിങ്ങയില മിക്കവാറും കാണാറുണ്ട്. അങ്ങനെ കാണുമ്പോഴെല്ലാം നമ്മൾ വാങ്ങി ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ മുരിങ്ങയില റെസിപ്പീസ് നമ്മൾ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്